Hello everyone, welcome to Disha YouTube channel. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. RPF ബുക്സിനെ കുറിച്ചാണ് നമുക്ക് ഇന്ന് സംസാരിക്കേണ്ടത്. RPF ബുക്സിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നവരാണ്, പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ആയവരാണ്. അപ്പോൾ ഒരുപാട് പേര് കമന്റ് സെക്ഷനിൽ ചോദിച്ചിരുന്നു RPF ബുക്സിനെ കുറിച്ച് സംസാരിക്കണമെന്ന്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് അവയർനെസ് തരാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അറിയാം ഇനി വരാൻ പോകുന്ന ഒരു മേജർ എക്സാമിനേഷൻ ആണ്. ഡിഫെൻസീവ് ലെവലിൽ നോക്കുമ്പോൾ ഒരു മേജർ എക്സാമിനേഷൻ ആണ് നമ്മുടെ RPF എന്ന് പറയുന്നത് അല്ലേ. RPF ഉണ്ട്, SSC GD ഒക്കെ ഇനി വരാൻ പോകുന്ന ഒരു യൂണിഫോം പോസ്റ്റുകളിലേക്കുള്ള എക്സാമിനേഷൻ ആണ്. അപ്പോൾ അതിൻ്റെ RPF എന്ത് ചെയ്യും, ഉടനെ തന്നെ റിലീസ് ആവും. നിങ്ങൾക്ക് അറിയാം സെപ്റ്റംബർ 2024 എന്ന് പറഞ്ഞൊരു ടൈം ഷെഡ്യൂളിംഗ് ആണ് അവരെന്ത് ചെയ്തിരിക്കുന്നത്, അവരുടെ കലണ്ടറിൽ ഫിക്സ് ചെയ്ത് വച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പം എന്താ എല്ലാ എക്സാമിനേഷനും ലാഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്കും അറിയാമെന്നുള്ള കാര്യമാണ്. നമ്മുടെ ALP ആയാലും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും, എന്തായാലും ഡിസംബറിനുള്ളിൽ അവരെന്തായാലും മാക്സിമം നടത്താൻ തന്നെ ശ്രമിക്കും. അപ്പോൾ ഈ ഒരു സെപ്റ്റംബർ എന്ന് പറഞ്ഞൊരു ടൈം പറയുന്നുണ്ടെങ്കിൽ ഒരു ഒക്ടോബർ നവംബർ ആ ഒരു ടൈമിലേക്ക് അവരെന്ത് ചെയ്യും, എങ്ങനെയെങ്കിലും കുറച്ചെങ്കിലും ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യും, ഷിഫ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. കാരണം നിങ്ങൾക്കറിയാം നിങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ടൈമാണ്. നിങ്ങൾക്ക് ആ പഠിക്കാനുള്ള അവസരമാണ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാവുന്നത്. നിങ്ങൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും അത്രയും പറയുന്ന ആ ഒരു കട്ട് ഓഫിന് മുകളിൽ നിങ്ങൾക്ക് മാർക്ക് മേടിക്കാൻ പറ്റുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയായിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പം തുടങ്ങിയ ഒരുപാട് പേര് കാണും, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി പഠിക്കുന്നവർ കാണും, ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് പഠിക്കുന്നവർ കാണും. എല്ലാവർക്കും എവിടെയെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പായിട്ട് എപ്പോഴും വേണ്ടതായിട്ട് തോന്നുന്നത്, എപ്പോഴും ഫോൺ നോക്കിയൊന്നും ഇരിക്കാൻ എല്ലാവർക്കും പറ്റത്തില്ല. അപ്പോൾ അവർക്ക് വേണ്ടതായിട്ടുള്ള ബുക്സിനെ പറ്റി എങ്ങനെയാണ് RPF ഏതൊക്കെ ബുക്സാണ് റെഫർ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഇപ്പം ഒരുപാട് എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ നോക്കിയിട്ട് കിട്ടിയ ബുക്സാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ പഠിക്കുന്നതായാലും നിങ്ങൾ അതും ഫോളോ ചെയ്യുക. ഇതും കൂടെ നിങ്ങൾക്ക് വാങ്ങിച്ചു വെച്ചാൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എന്തായാലും RPFൻ്റെ കുറച്ച് ബുക്സിനെ കുറിച്ചാണ് എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. RPF ബുക്സ് എൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യമാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്കറിയാം സിലബസ് എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ RPF എന്ന് പറഞ്ഞാൽ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിൽ വരുന്ന റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, RPF റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, അതായത് റെയിൽവേ പോലീസിന്റെ ജോബാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അത് റെയിൽവേയുടെ മിക്ക ക്വസ്റ്റ്യൻസ് എടുത്താലും നമുക്ക് റെയിൽവേയുടെ പാറ്റേൺ തന്നെ നിങ്ങളുടെ സിലബസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം മാത്സിന് ഒരു വെയിറ്റേജ് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. മാത്സിനും റീസണിങ്ങിനും വെയിറ്റേജ് ഉണ്ട് അതിൻ്റെതായ. പിന്നെ എന്താ GK GS, GK എന്ന് അവർ പറയത്തുള്ളൂ, GK എന്ന് പറയും. പിന്നെ ചിലയിടത്ത് എന്ത് ചെയ്യും, അവർ ഉൾപ്പെടുത്തി പറയും ജനറൽ സയൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ GK GS GK എന്ന് പറഞ്ഞൊരു പോർഷൻ പറയുന്നുണ്ടെങ്കിൽ അതിപ്പോൾ എത്ര മാർക്കിനാ, 50 മാർക്കിനാ GK പറഞ്ഞിരിക്കുന്നത്. ഈ 50 മാർക്കിൻ്റെ അകത്ത് എന്തും കൂടെ കയറി വരും, ജനറൽ സയൻസും കൂടെ കയറി വരും. അത് റെയിൽവേയുടെ ഏതൊരു എക്സാമിനേഷൻ എടുത്താലും നിങ്ങൾ അത് മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റാണ്. GK എന്ന് അവർ ഉദ്ദേശിക്കുന്നെങ്കിലും അതിൻ്റെ അകത്ത് എന്തും കൂടെ കാണും, ജനറൽ സയൻസ്, അതായത് നമ്മുടെ ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി, ആ 3 സബ്ജക്റ്റും കൂടെ നിങ്ങൾ തറവായിട്ട് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. NCERT ലെവലിൽ നമ്മുടെ 10 വരെ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. എന്നാലും നിങ്ങൾ അതിനുള്ള ഒരു നോളജ് ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമാണ്. അപ്പോൾ ഇവിടെ 50 എന്ന് പറഞ്ഞാലും 25 വീതം ഡിവൈഡ് ആയിട്ടായിരിക്കും പോകുന്നത്. 25 GK, 25 GS, ആ ഒരു ലെവലിലായിരിക്കും നിങ്ങൾക്ക് മാർക്കിംഗ് പോകുന്നത്. 50 ക്വസ്റ്റ്യൻസ് 50 മാർക്ക്. അപ്പോൾ എത്ര മാർക്കിനാ, 1 മാർക്കാണ്. കറക്റ്റ് ആൻസറിന് നിങ്ങൾക്ക് കിട്ടുന്നത് 1 മാർക്കായിരിക്കും. ഇവിടെ അതുപോലെ തന്നെ മാത്സ് എന്ന് പറഞ്ഞാൽ 35 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. 35 ക്വസ്റ്റ്യൻസിനും കൂടെ 1 മാർക്ക് വെച്ച് 35 മാർക്ക് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഓരോ മാർക്കിനും അതിൻ്റെതായ വാല്യൂ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി വേണം ഇതെന്ത് ചെയ്യാൻ. റീസണിങ്ങിനായാലും 1 മാർക്കാണ്. അപ്പോൾ ഇത്രയും 3 സബ്ജക്റ്റ് പറയുന്നുണ്ടെങ്കിലും GKയിൽ എന്തും കൂടെ ഉണ്ട്, ജനറൽ സയൻസും കൂടെ ഉണ്ടെന്ന് വെച്ച് എന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. GK എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റാറ്റിക് GK, കറണ്ട് അഫേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഹിസ്റ്ററി, ജോഗ്രഫി, അതുപോലെ തന്നെ പൊളിറ്റിക്സ്, ആ ഒരു സബ്ജക്റ്റൊക്കെ അതിലാണ് വരുന്നത്. സോഷ്യൽ സയൻസ് പരമായിട്ടുള്ള സബ്ജക്റ്റൊക്കെ നമ്മുടെ GK സെക്ഷനിങ്ങിലാണ് വരുന്നത്. പക്ഷേ ജനറൽ സയൻസ് എന്ന് പറയുമ്പോൾ അതിലെന്താണ്, സയൻസ് സബ്ജക്റ്റാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് രണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരുപോലെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അത്രയും 50 മാർക്കിൽ ഒരു പകുതിയോളം മാർക്കെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഏകദേശം ഒരു 30ഓളം മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്താലേ നിങ്ങൾക്ക് ആ ഒരു അൾട്ടിമേറ്റ് ലെവലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പഠിച്ച് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അതിനുള്ള ടൈമാണ് നിങ്ങൾക്ക് മുന്നിൽ ഉള്ളത്. അപ്പോൾ അതുപോലെ തന്നെ സിലബസ് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയും 3 സബ്ജക്റ്റേ ഉള്ളൂ. കൊടുക്കുന്ന ആരൊക്കെയാണ്, SIക്കും കോൺസ്റ്റബിളും ഉണ്ട്, SI പോസ്റ്റും ഉണ്ട്. അപ്പോൾ കോൺസ്റ്റബിൾ പോസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് ലെവൽ കുറഞ്ഞ എക്സാമിനേഷൻ, നിങ്ങൾക്കും അറിയാം 2 എക്സാമിനേഷനാണ് നടത്തുന്നത്. അപ്പോൾ RPF SIക്ക് ആണെങ്കിൽ ഡിഗ്രിയുടെ ക്വാളിഫിക്കേഷനും RPFൻ്റെ കോൺസ്റ്റബിളിനാണെങ്കിൽ എന്തിൻ്റെ ക്വാളിഫിക്കേഷനും ആയിരിക്കും, 10th ലെവൽ ക്വാളിഫിക്കേഷനും ആയിരിക്കും. അപ്പം നമുക്കറിയാമല്ലോ കോൺസ്റ്റബിൾ എന്ന് പറയുമ്പോൾ 10th ലെവൽ ക്വാളിഫിക്കേഷൻ നമുക്ക് കിട്ടുന്ന ജോലിയാണ്. അപ്പോൾ 10ൻ്റെ ബേസിസിലെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ മതി. നിങ്ങൾ അത്രയും സീരിയസ് ആയിട്ട് നിങ്ങൾ പഠിക്കാത്ത എന്ന് വെച്ചാൽ ഒരുപാട് പഠിക്കണമെന്നല്ല,
എല്ലാം പഠിക്കണം. നമ്മൾ മാത്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ലെവൽ കൂട്ടി തന്നെ പഠിക്കണം എപ്പോഴും. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് അഡ്വാൻസ് ലെവൽ പോർഷൻ ഒന്നും നിങ്ങൾക്ക് ചിലപ്പം അതാണ് അത്ര കടി ആയിരിക്കത്തില്ല SIയെ കമ്പയർ ചെയ്യുമ്പോൾ. രണ്ടിനും രണ്ട് എക്സാമിനേഷൻ ആയതുകൊണ്ട് പറയുകയാണ്. അപ്പം നമ്മൾ SI ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ അഡ്വാൻസ് ലെവൽ, കാരണം ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ആണ് SI എന്ന് പറയുന്നത്. അപ്പം അത്രയും എന്ത് ചെയ്യണം, നിങ്ങൾ അത്രയും ലെവൽ കൂടിയ രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക. അപ്പം 10th ആണെങ്കിൽ ഇതിൻ്റെ ഒരു ബേസ് ഫോമിൽ നിങ്ങൾ പഠിച്ചു പോയാൽ മതി, നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. എന്നാലും കട്ട് ഓഫ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ അഥവാ നിങ്ങൾ എന്ത് ചെയ്യുക, SIക്കാണ് അപ്ലൈ ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് എന്ത് ചെയ്യുക, പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. കാരണം എല്ലാത്തിൻ്റെയും ഒരു അഡ്വാൻസ് വേർഷൻ പോലെ തന്നെ പഠിച്ചു തുടങ്ങാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെ ബുക്കും കൂടെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇനി ഇതിനെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹെൽപ്പ് ഏതൊക്കെ ബുക്സ് തരുമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം മെയിൻ ഫോക്കസ് ഞാൻ ഇപ്പോഴും പറയുകയാണ്, നമ്മുടെ മെയിൻ ഫോക്കസ് എപ്പോഴും എന്തായിരിക്കണം, മാത്സ് പഠിക്കുമ്പോൾ നിങ്ങളുടെ എപ്പോഴും ഞാൻ പറയുന്നതാണ് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അവരെന്തൊക്കെ സിലബസ് ആണോ പറയുന്നത് ആ സിലബസ് എല്ലാം കവർ ചെയ്യാൻ നോക്കുക. കാരണം നമുക്കിപ്പോൾ ഒരു നമ്പർ സിസ്റ്റത്തിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് പറഞ്ഞാൽ അവർ ചോദിക്കും, ആ ഒരു രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് ഓരോ ചാപ്റ്ററും നിങ്ങൾ എടുത്ത് വെച്ച് ഓരോ സിലബസും കംപ്ലീറ്റ്ലി കവർ ചെയ്ത് പോകാൻ ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് സമയമില്ല, എന്നാൽ അത്യാവശ്യത്തിന് സമയമുണ്ടോ, ആവശ്യത്തിനുള്ള നിങ്ങൾക്ക് സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ അതുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ചാപ്റ്റർ ബേസ് ആയിട്ട് ഓരോ ആഴ്ചയും ഓരോ ചാപ്റ്റർ വെച്ച്, ഓരോ ആഴ്ചയല്ല ഒരു 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഓരോ ചാപ്റ്റർ വെച്ച് കംപ്ലീറ്റ് ചെയ്ത് പോകണം. അപ്പം നിങ്ങൾക്ക് ഒരു ബേസ് ഐഡിയ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ നിങ്ങൾ അതിൽ നിന്ന് കണ്ടുപിടിക്കും. അല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക, പതിയെ ഓരോ ബേസ് ആയിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് പോയാൽ മതി. കാരണം അത്ര വലിയ ലെവലിൽ ഇപ്പം കോൺസ്റ്റബിൾ ആണ് നോക്കുന്നതെങ്കിൽ അവരല്ലേ ഇത്രയും ബേസ് കാണാതെ ഉള്ളൂ. കോൺസ്റ്റബിൾ ആകുമ്പോൾ നിങ്ങൾ 10th ലെവലാകുമ്പോൾ നിങ്ങൾക്ക് അത്രയും എന്ത് ചെയ്തില്ല, അത്രയും കാര്യങ്ങൾ അറിയത്തില്ലായിരിക്കും. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യമേ ചാപ്റ്റർ ബേസ് ആയിട്ട് ഓരോ ചാപ്റ്റർ ആയിട്ട് നമ്മുടെ ഇപ്പം നിങ്ങൾക്കറിയാം നമ്മുടെ നമ്പർ സിസ്റ്റം നോക്കുക, അത് കഴിഞ്ഞ് പെർസെൻറ്റേജ് നോക്കുക, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, LCM ആൻഡ് HCF, ഇങ്ങനെ ഓരോ ചാപ്റ്റർ വീതം ഓരോ ആഴ്ചയും പഠിച്ച് കവർ ചെയ്യുക. അപ്പോൾ ഓരോ ആഴ്ച പഠിക്കുമ്പോൾ വെള്ളി വരെ പഠിക്കുക. ഒരു മണിക്കൂർ 2 മണിക്കൂർ അത്രയും കൊടുത്ത് നിങ്ങൾ പഠിച്ചാലും നിങ്ങളുടെ എഫേർട്ട് കറക്റ്റ്ലി കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും ടൈം തന്നെ എനഫ് ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ശനിയും ഞായറും കൊണ്ട് എന്ത് ചെയ്യുക, മോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ സെക്ഷണൽ മോക്സ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ജസ്റ്റ് യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കി അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, എഴുതി നോക്കുക, സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നോന്നുണ്ടോ നോക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ ആൻസേഴ്സ് സൊല്യൂഷൻസ് ഒക്കെ ഗൂഗിളിൽ തപ്പി നിങ്ങൾ ആൻസേഴ്സ് കണ്ടുപിടിച്ച് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, മാത്സ് എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിപ്പോൾ RPF അല്ല CGL ആയിക്കോട്ടെ CHSL ആയിക്കോട്ടെ എന്തോ വേണോ ഫോക്കസ് ചെയ്തോ, പക്ഷേ മാത്സിന് എപ്പോഴും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാത്സ് പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും എന്താണ്, ഒരു കാര്യം ഒരു ഐഡിയ അല്ലെങ്കിൽ അതിൻ്റെ കോൺസെപ്റ്റ് നമ്മുടെ തലയിൽ സെറ്റായി കഴിഞ്ഞാൽ അതിനി ആരും മാറ്റാൻ പോകുന്നില്ല. അതിൻ്റെ അപ്പുറം ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വരത്തില്ല. ഇപ്പോൾ ഒരു ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ അതിന് 5 മെത്തേഡ്സേ ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരു 5 മെത്തേഡ്സ് ഉണ്ടെങ്കിൽ ആ മെത്തേഡ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എന്നുവെച്ചാൽ 5 പാറ്റേൺ ഓഫ് മെത്തേഡ്സ് ഉണ്ടെന്ന് വിചാരിച്ചു. ഓരോ ക്വസ്റ്റ്യൻ വരുന്നത് 5 ടൈപ്പ് ഓഫ് മെത്തേഡ്സിൽ നിന്നാണെങ്കിൽ ആ മെത്തേഡ്സ് മാത്രം പഠിച്ചു വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിയർ ആയിട്ട് ആ കോൺസെപ്റ്റ് ബേസ് ക്ലിയർ ആക്കിയിട്ട് മാത്രം ബാക്കി ചാപ്റ്റേഴ്സിലേക്ക് കടന്നു പോവുക. കാരണം എപ്പോഴും മാത്സിൻ്റെ റെപ്പറ്റീഷൻ ആയിരിക്കും ഓരോ ചാപ്റ്റേഴ്സും. അപ്പോൾ അതനുസരിച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു പോകാൻ ശ്രമിക്കുക. എപ്പോഴും മാത്സിന് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പഠിക്കുക. അതുപോലെ തന്നെ ചാപ്റ്റർ വൈസ് ആയിട്ട് റിവിഷൻസ് ചെയ്ത് തന്നെ പോകാൻ ശ്രദ്ധിക്കുക. പിന്നെ GS എപ്പോഴും ഞാൻ പറയുകയാണ്, ജനറൽ സയൻസിനും നിങ്ങൾക്ക് സിലബസ് അറിയുന്നവരാണെങ്കിൽ ജനറൽ സയൻസ് സിലബസ് വെച്ച് പഠിക്കാം. അല്ലാത്തവരാണ് നിങ്ങളിപ്പോൾ ലാസ്റ്റ് നിമിഷത്തിൽ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, PYQ സെക്ഷൻ അറ്റൻഡ് ചെയ്താൽ മതി. നമ്മളിപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സസ് ഒക്കെ കൊടുക്കുന്നവർക്ക് എന്ത് ചെയ്യും, നമ്മളെല്ലാ സിലബസും കവർ ചെയ്താൽ കൊടുക്കുന്നത്. അപ്പം അങ്ങനെയല്ല, വീട്ടിൽ ഇരുന്ന് പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് ഒക്കെ എടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് സിലബസ് കൂടെ കവർ ആവുന്നെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ സിലബസ് കവർ ചെയ്യുന്നതനുസരിച്ച് ആ ഒരു യൂണിറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് കൂടെ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക, PYQ സെക്ഷൻസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ജനറൽ സയൻസിൽ എപ്പോഴും കുറച്ച് ഫാക്ട്സേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്ന് പറഞ്ഞാൽ 3 സബ്ജക്റ്റിൽ നിന്ന് ഓറിയൻറ്റഡ് ആയിട്ടേ വരത്തുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ഒരു ലിമിറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രീവിയസ് ഇയർ ബേസിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിച്ച് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ജനറൽ സയൻസ് സിലബസ് അതുപോലെ തന്നെ PYQ കവർ ചെയ്ത് പോകാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്ത GK കാര്യമാണ്. നമുക്കറിയാം
GK ജനറൽ നോളജ് എന്ന് പറഞ്ഞാൽ നമുക്ക് വരേണ്ടതായിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഒരു നോളജാണ് അല്ലേ. നമ്മൾ അറിയേണ്ട കുറേ അവയർനെസ് ആണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ഈ നാട്ടിൽ നടക്കുന്ന കാര്യം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾ എങ്ങനെ അറിയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നീ സ്റ്റാറ്റിക് GK ബുക്സ് വാങ്ങിച്ചു വെച്ച് പഠിക്കുക. സ്റ്റാറ്റിക് GK അറിയണം. കാരണം നമ്മളിപ്പം കംപ്ലീറ്റ്ലി ഒരു സ്റ്റാറ്റിക് GK ഒരു 100-ൽ പരം ക്വസ്റ്റ്യൻസ് ഓരോ ഷിഫ്റ്റ് കഴിയുമ്പോഴും ഓരോ ഷിഫ്റ്റുകൾ ഇത്രയും ഷിഫ്റ്റുകൾ കഴിയുമ്പോഴും നമ്മൾ പറയുന്നുണ്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് സ്റ്റാറ്റിക് GK പോർഷനിൽ നിന്നാണ് കവർ ചെയ്ത് വരുന്നതെന്ന്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട സ്റ്റാറ്റിക് GKക്ക് അതിൻ്റെതായ മുൻതൂക്കം അവർ കൊടുത്തിട്ടുണ്ട് എന്തായാലും SSC RRB പോലെയുള്ള ഫീൽഡ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട എന്താ, അതിന് വേണ്ടിയായിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പഠിച്ച് പ്രിപ്പയർ ആയി പോവുക. ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പഠിക്കണമെന്ന് വിചാരിക്കുക. കറണ്ട് അഫേഴ്സ് ആണെങ്കിൽ ഒരു മന്ത്ലി കറണ്ട് അഫേഴ്സിൻ്റെ ഫയൽ മാത്രം എടുത്ത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വായിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ആ ഒരു പോയിന്റ് നിങ്ങൾക്ക് സ്ട്രൈക്ക് ആയാൽ മതി. ഇത് ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ, ആ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വലിച്ചു വാരി എല്ലാം പഠിക്കണമെന്നല്ല. നിങ്ങൾക്ക് ആ പോയിന്റ് സ്ട്രൈക്ക് ആവാൻ വേണ്ടി എന്തെങ്കിലും രീതിയിൽ കോഡോ എന്തെങ്കിലും രീതിയിൽ നിങ്ങളതൊന്ന് എന്ത് ചെയ്യുക, എഴുതി വെച്ച് പഠിക്കുക. അതിനായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് GK ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ ഈസി ആയിട്ട് അതിനെ യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങുക. അപ്പോൾ GK ഡെയിലി അപ്ഡേറ്റ്സ് ചെയ്യുക. അതുപോലെ തന്നെ റീസണിങ്ങിൽ എപ്പോഴും ഈസി ആയിട്ടായിരിക്കും വരുന്നത് ക്വസ്റ്റ്യൻസ്. പക്ഷെ നമുക്ക് എന്താണ് അവിടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈം കൺസ്യൂമിംഗ് ആണ്. എല്ലാ റീസണിങ് പോർഷനും എപ്പോഴും ടൈം കൺസ്യൂം ആണ്. നമ്മുടെ ടൈം ശരിക്കും പറഞ്ഞാൽ ബാക്കി നേരത്തെ നമ്മൾ പറഞ്ഞില്ല 90 മിനിറ്റ്സ് 1.5 മിനിറ്റ്സ് ആണ് 120 ക്വസ്റ്റ്യൻസ് എഴുതാൻ വേണ്ടിയുള്ളത്. അപ്പോൾ ഇതിൻ്റെ പകുതി മിനിറ്റ് നമ്മൾ ഒരു അരമണിക്കൂറും റീസണിങ്ങിന് പോയി കഴിഞ്ഞാൽ ഉള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ. അപ്പം അങ്ങനെയൊന്നും ഉള്ള അബദ്ധങ്ങൾ നിങ്ങൾ വരുത്താതിരിക്കാൻ വേണ്ടി ഇപ്പോഴേ ആ സ്പീഡ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു ക്വസ്റ്റ്യൻ ഇത്ര സമയം കൊണ്ട് ചെയ്യുമെന്നുള്ളൊരു ഫിക്സഡ് ടൈമിങ് നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് റീസണിങ് ക്രാക്ക്. കാരണം എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് അത്യാവശ്യം ലോജിക്ക് ഈ എക്സാം എഴുതുന്ന എല്ലാവർക്കും അത്യാവശ്യം ലോജിക്കുണ്ട്. അപ്പോൾ എന്ത് ലോജിക്ക് ഉപയോഗിച്ചാലും നമ്മൾ റീസണിങ് കംപ്ലീറ്റ് ചെയ്യും. അതിൻ്റെ ഒരു തിയററ്റിക്കൽ പോർഷനും കൂടെ അറിയാമെങ്കിൽ, കാരണം നമ്മൾ തിയററ്റിക്കലി അല്ലാത്ത കാര്യം എന്ന് വെച്ചാൽ തിയറിയും കൂടെ പഠിച്ചു കഴിഞ്ഞാലേ നമുക്കിപ്പം പറയുന്ന പോലെ സില്ലോജിസം, വെൻ ഡയഗ്രത്തിൻ്റെ ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷൻ ക്വസ്റ്റ്യൻസ്, അതുപോലെ ബ്ലഡ് റിലേഷൻ, അങ്ങനത്തെയൊക്കെ കുഞ്ഞു കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിലബസും കൂടെ അറിഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ബാക്കിയെല്ലാം നമ്മൾ കുറച്ച് ലോജിക്ക് അപ്ലൈ ചെയ്താൽ കിട്ടുന്ന കാര്യമാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ റീസണിങ്ങിൽ എന്ത് ചെയ്യുക, സ്പീഡ് കൂട്ടിയെടുക്കുക, സ്പീഡും കൂടെ ശ്രദ്ധിച്ചെടുക്കുക. ഓക്കെ, സ്പീഡും കൂടെ ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. റീസണിങ്ങിൽ സ്പീഡ് ശ്രദ്ധിക്കുക. അപ്പോൾ റീസണിങ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് എത്ര മാക്സിമം ക്വസ്റ്റ്യൻസ് ഇത്ര ടൈമിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ എപ്പോഴും ചിന്തിക്കുക. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് വൈകിക്കേണ്ട. മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്സിന് വേണ്ടിയിട്ടുള്ള ബുക്സ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങൾക്ക് അറിയുന്നുള്ള ബുക്സുകൾ തന്നെയാണ്, പക്ഷെ എന്നാലും നിങ്ങൾക്ക് കുറച്ചും കൂടെ ഉറപ്പ് തരാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ നമ്മുടെ റെയിൽവേ എന്ന് പറയുന്ന ഒരു സെക്ടർ എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു ബുക്കാണ് നമ്മുടെ YCTയുടെ ബുക്സ് കേട്ടോ. റെയിൽവേ എന്ന് കേൾക്കുമ്പോഴേ എല്ലാവരും പറയുന്ന ഒരു ബുക്കാണ് YCT, യൂത്ത് കോമ്പറ്റീഷൻ ടൈംസിൻ്റെ YCT ടെസ്റ്റുകൾ. YCT എന്ന് പറയുമ്പം ഇത്രയും നാളത്തെ പ്രീവിയസ് ഇയറിൽ റെയിൽവേയിൽ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പാറ്റേൺ റെയിൽവേക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തെടുക്കുന്ന ഒരു ബുക്കാണ് കേട്ടോ. അപ്പോൾ റെയിൽവേയുടെ മാത്തമെറ്റിക്സ് എന്ന് പറഞ്ഞ് ഇറക്കുന്ന ഒരു ബുക്കുണ്ട് റെയിൽവേയുടെ തന്നെ. അതാകുമ്പോൾ പ്രീവിയസ് ഇയറിലെല്ലാം ഇതെന്ന് പറയുമ്പോൾ RPFും അങ്ങനത്തെ ബുക്സ് മാത്രം, ശരിക്കും പറഞ്ഞാൽ RPF ലെവലല്ല, ഗ്രൂപ്പ് ഡിയും ALPയും ടെക്നീഷ്യനും എല്ലാ രീതിക്കുള്ള റെയിൽവേയുടെ മാത്സ് ക്വസ്റ്റ്യൻസും ഇതിനകത്തുണ്ട്. ഇത് വാങ്ങിച്ചു വെച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം വരാനൊന്നുമില്ല എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അത്യാവശ്യം എല്ലാ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് അവർ ചെയ്തു പോകുന്നുണ്ട്. ഓക്കെ, ആ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ അങ്ങനെ ഒരു വേർഷൻ ശ്രദ്ധിക്കുമ്പം ഇതിലെന്താണ് റെപ്പറ്റീഷൻസ് വരും. YCT എന്ന് പറയുമ്പോൾ റെയിൽവേയിൽ, കാരണം റെയിൽവേയിൽ റെപ്പറ്റീഷൻസ് വരാറുണ്ട്, ഓരോ ഷിഫ്റ്റിന് റെപ്പറ്റീഷൻസ് ചിലപ്പോൾ വരാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അവർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുമോ ഈ ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും റിപ്പീറ്റ് ആയെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം, YCTയിൽ തോന്നാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, YCT പൊതുവേ നല്ലൊരു ബുക്കാണ്, എല്ലാവരും ചൂസ് ചെയ്യുന്ന ബുക്ക് തന്നെയാണ് YCT. എന്നാലും ഈ ഒരു റിപ്പറ്റീഷൻ്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ അതിനൊരു ഡ്രോബാക്ക് എന്ന് പറയാൻ റെപ്പറ്റീഷനാണ് ഉള്ളത്. ബട്ട് സ്റ്റിൽ എല്ലാ റെയിൽവേയുടെ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ബുക്ക് കൈ കരുതുന്നത് ഏറ്റവും ഉത്തമമാണ്. കാരണം മാത്തമെറ്റിക്സിൻ്റെ എല്ലാ ടോപ്പിക്സും അവരെന്ത് ചെയ്യും, കവർ ചെയ്തിട്ടുള്ളതെന്നുള്ള കാര്യമാണ് പറയുന്നത്. ചാപ്റ്റർ വൈസ് കവറിങ് ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇനി റെപ്പറ്റീഷൻ ഇല്ല, പക്ഷെ നിങ്ങൾക്ക് സെൽഫായിട്ട് ഒരു പ്രിപ്പറേഷൻ ചെയ്യാനുള്ള റെയിൽവേയുടെ പക്ക എക്സ്പ്ലനേഷനും എല്ലാം തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു രീതിക്കാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, റെയിൽവേയുടെ മാത്സ് എന്ന് പറഞ്ഞാൽ പിനാക്കിൾ പബ്ലിക്കേഷൻസ് ഇറക്കാറുണ്ട്. നിങ്ങൾക്ക് അറിയാം പിനാക്കിളിൻ്റെ ബുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് SSCക്കും RRBക്കും. പിന്നെ
ഏതൊരു ബുക്ക് ഞാനിവിടെ പറഞ്ഞാലും ആ ബുക്കിന് അതിൻ്റേതായ ഇപ്പം നെഗറ്റീവ്സ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു ബുക്ക് എന്ന് പറയുമ്പം പബ്ലിഷ് ചെയ്യുന്നതാണ്, അതിന് അതിൻ്റേതായ മിസ്റ്റേക്സ് അവരെന്ത് ചെയ്യാം ഉണ്ടാവും. ചിലപ്പോൾ ടൈപ്പിംഗ് മിസ്റ്റേക്കോ പ്രിൻറ്റിങ് മിസ്റ്റേക്കോ ഒക്കെ വരാം. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും തെറ്റായിട്ട്. പക്ഷെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, ഒരു റീകൺഫർമേഷൻ എപ്പോഴും വരുത്തുക. ഏതൊരു ബുക്ക് എടുത്താലും അതിൽ എന്തുണ്ടാവും, ഒരു മിസ്റ്റേക്സ് ഉണ്ടാവും, കുറച്ച് 2-3 മിസ്റ്റേക്സ് ഉണ്ടാവും. പക്ഷെ അത് നിങ്ങൾ എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്ത് പഠിക്കണം എന്നുള്ള കാര്യം മാത്രമേ ശ്രദ്ധിക്കാവുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം പിനാക്കിളിൻ്റെ ബുക്സ് അത്യാവശ്യം നല്ല ബുക്കാണ്. കാരണം റെപ്പറ്റീഷൻസ് വരുന്നില്ല. നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് പോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ചാപ്റ്റർ വൈസ് കവറേജ് ആയിട്ട് തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ എന്ത് ചെയ്യും, ALP ടെക്നീഷ്യൻ, NTPC, RPF, SI അതിൻ്റെ എല്ലാത്തിൻ്റെയും റെയിൽവേ മാത്സ് എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇറക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഗുഡ് എക്സ്പ്ലനേഷനോട് കൂടി തന്നെ എക്സാംസിന് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. എപ്പോഴും ബുക്സ് വാങ്ങിക്കുമ്പോൾ 2024 എഡീഷൻ അല്ലെങ്കിൽ 2023 എഡീഷൻ, ആരോ കഴിഞ്ഞ MTSൻ്റെ വീഡിയോസ് ചോദിച്ചിരുന്നു 2023 എഡീഷൻ വരെ ഇറങ്ങിയിട്ടുള്ളൂ, എങ്കിൽ അത് തന്നെയാണ് വാങ്ങിക്കേണ്ടത് കേട്ടോ. അതായത് നമുക്കിപ്പം ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് അത്രയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ലേറ്റസ്റ്റ് അപ്ഡേഷനുള്ള ഏതാണോ ബുക്ക് അത് മാത്രം വാങ്ങിച്ച് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ 2023 ഫോളോ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അവർ ചോദിക്കുമ്പോൾ 2018 2019 2020 ആ ഒരു പാറ്റേണിൽ തന്നെയാണ് ചോദിക്കുന്നത്. അല്ലാണ്ട് നമുക്ക് റിസെൻ്റ്ലി നടക്കുന്ന 2023 തന്നെ ചോദിക്കണമെന്നൊന്നുമില്ല. ഈ പാറ്റേൺസ് ഒക്കെ വരുന്ന എവിടെ നിന്നാണ്, മുന്നേന്നാ 2017 മുതൽ നമുക്ക് നോക്കാം. 2015 ശേഷമുള്ള എല്ലാം നമുക്ക് സീരീസും നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം എന്നുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പം പിന്നെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കട്ടെ എന്നുള്ള രീതിക്കാണ് ഞാൻ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ചെയ്യാൻ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യാനായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ICTയുടെ ബുക്കും പിനാക്കിളിൻ്റെ ബുക്കും അത്യാവശ്യം എന്താണ്, നല്ലത് തന്നെയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാനുള്ളത് കിരൺസ് പബ്ലിക്കേഷൻ്റെയാണ്. കിരൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക്കേഷൻ്റെ കിരൺസിൻ്റെ ബുക്കാണ്. പിന്നെ നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരും മാത്സിൻ്റെ രീതിക്ക് മാത്സ് പഠിക്കണം എന്നുള്ള രീതി, എന്ന് വെച്ചാൽ ബേസ് തൊട്ടേ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഒരു കാര്യം കൂടെ ചെയ്യാൻ വേണ്ടി കുറേ പേര് പറയും. ഇതൊക്കെ എന്താണ്, ചാപ്റ്റർ വൈസ് ഇൻട്രൊഡക്ഷൻസ് ആണ്, എന്ന് വെച്ചാൽ ചാപ്റ്റർ വൈസ് PYQ പോലെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതും അങ്ങനെ തന്നെയാണ്, സോൾവ്ഡ് പേപ്പേഴ്സാണ്. മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തെടുക്കുക. അത് കിരണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബേസ് തൊട്ടേ, ഏറ്റവും ബേസ് തൊട്ട് തുടങ്ങുന്നവർക്ക് എന്ത് ചെയ്യും, യൂസ്ഫുൾ ആവും. കുറച്ചും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് എന്ത് ചെയ്യുന്നത് അവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു റെയിൽവേയുടെ തന്നെ മാത്തമാറ്റിക്സ് ഇറക്കാറുണ്ട്, സോൾവ്ഡ് പേപ്പേഴ്സ് 2024 അപ്ഡേഷൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ എന്ത് ചെയ്യുക, അഥവാ വാങ്ങാൻ ശ്രമിക്കുക. കിരണിൻ്റെ പബ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതെന്ത് ചെയ്യുക, അതും കൂടെ ഒന്ന് എന്ത് ചെയ്യുക, വാങ്ങി ഉപയോഗിക്കാൻ ശ്രദ്ധിച്ചു പോകുക. കാരണം അത്യാവശ്യം നല്ല ബുക്ക് തന്നെയാണ്, ബേസ് തൊട്ടേ തുടങ്ങുന്നവർക്ക് അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ എന്താണ്, നിങ്ങൾക്കറിയാം രാകേഷ് യാദവിൻ്റെ ബുക്ക് ഒരുപാട് പേര് നല്ലതാണെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ SSC പറഞ്ഞാലും RRB പറഞ്ഞാൽ ഇതിപ്പം ടോട്ടലാണ് കേട്ടോ. SSC RRB ക്ലാസ് നോട്ട് പോലെയാണ്, പുള്ളിക്കാരെ എഴുതാൻ നോട്ട് പോലെയാണ്. അപ്പോൾ അതെന്ത് ചെയ്യും, കംപ്ലീറ്റ് ക്ലാസ് നോട്ട് ബൈ രാകേഷ് യാദവ് തന്നെയാണ്. പുള്ളിയുടെ ട്രിക്സും അതുപോലെ തന്നെ ഷോർട്ട് കട്ട്സും ഒക്കെ ഉപയോഗിച്ചിട്ട് എല്ലാം ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ SSC RRB എന്ന് പറഞ്ഞ രീതിയിൽ പ്രിപ്പയർ ചെയ്യണവരാണെങ്കിൽ അവർക്ക് എന്തായിരിക്കും, കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ രാകേഷ് യാദവ്. എന്തായാലും എപ്പോഴും മാത്സ് കരുതുമ്പോൾ നമുക്കൊരു ഗൈഡൻസ് ആയിട്ട് ഒരാൾ വേണം. അപ്പോൾ ആ മാത്സ് ഗൈഡൻസ് ആയിട്ട് രാകേഷ് യാദവ് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെറിയ, പിന്നെ രാകേഷ് യാദവ് കൊണ്ട് അതുപോലെയാണ് ഗഗൻ പ്രതാപും, കുറച്ച് അഡ്വാൻസ് ലെവലാണെന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ടുള്ളൂ. ഗഗൻ പ്രതാപിൻ്റെ കാര്യം ബുക്ക് എടുത്ത് നോക്കിയാൽ റോസ് പിങ്ക് കളർ ബുക്കാണ്, പർപ്പിൾ കളർ ബുക്കാണ്. അപ്പോൾ അതും എന്താണ്, അത്യാവശ്യം മാത്സിനൊക്കെ കിടിലം ബുക്സാണ്. പക്ഷെ അതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കുറച്ചും കൂടെ അഡ്വാൻസ് കയറുമ്പോൾ നിങ്ങൾ CGL ലെവലിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അതൊക്കെ കൂടെ യൂസ്ഫുൾ ആയിട്ട് തോന്നും. ഇതും അത്യാവശ്യം നമ്മുടെ രാകേഷ് യാദവിൻ്റെ ബുക്സ് എന്ന് പറഞ്ഞാൽ നല്ലപോലെ ഗൈഡൻസോടെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനോടെയൊക്കെ കൊടുക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ തന്നെ മനസ്സിലാക്കി തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഹാൻഡ് റിട്ടൺ നോട്ട്സ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങി വെച്ച് ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഈ 4 ബുക്കും എനിക്കിപ്പം ഒന്ന് ചൂസ് ചെയ്ത് പറയാൻ പറ്റത്തില്ല. നിങ്ങളായിട്ട് ശ്രദ്ധിച്ച് കുറേ അനാലിസിസ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങളും കൂടെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് നോക്കുക ഏത് ബുക്കാണ് ബെസ്റ്റ് എന്ന്. ICT എന്ന് പറയുമ്പം റെയിൽവേക്ക് വേണ്ടി മാത്രം ഉള്ളത്. പിനാക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം SSC+ റെയിൽവേക്ക് ഏറ്റവും ഉത്തമമായ ബുക്കാണ്, എല്ലാവിധ എക്സ്പ്ലനേഷനും കൂടിയുള്ള ബുക്കാണ്. കിരൺസ് എന്ന് പറഞ്ഞാൽ ബേസ് തൊട്ടേ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കിരൺ വാങ്ങിക്കാം, നല്ലതാണ്. പക്ഷേ വാങ്ങിക്കുമ്പോൾ ഇംഗ്ലീഷ് മീഡിയം തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക. ഹിന്ദി വേർഷൻ ആയി പോകില്ല, കാരണം ഇവരൊക്കെ എന്താണ് ഹിന്ദിക്കാരാണ്. ആ ഹിന്ദി വേർഷൻ വാങ്ങിക്കാതെ ഇംഗ്ലീഷ് മീഡിയം തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക. അതും അത്യാവശ്യം എല്ലാ PYQ സെക്ഷനും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ക്ലാസ് നോട്ട് പോലെയാണ്, എല്ലാ ചാപ്റ്റർ വൈസ് നോട്ട്സ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചാപ്റ്റർ വൈസ് ക്ലാസ് നോട്ട് ആവശ്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എന്ത് ചെയ്യുക, ഇത് വാങ്ങുന്നതിൽ തെറ്റൊന്നുമില്ല. രാകേഷ് യാദവിൻ്റെ ബുക്കുകളാണ് കേട്ടോ, രാകേഷ് യാദവിൻ്റെ.
രാകേഷ് യാദവിൻ്റെ. ഇത് കിരൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക്കേഷൻ്റെ ആണ് കേട്ടോ, കിരൺ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഇത്രയാണ് മാത്സിന് വേണ്ടി നമുക്ക് ഇത്രയും നല്ല രീതിക്ക് പറയാൻ പറ്റുന്ന ബുക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ചോയ്സ് അനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ജനറൽ സയൻസിലെ ബുക്സാണ് നിങ്ങൾക്ക്. കാരണം അടുത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനറൽ സയൻസ് തന്നെയാണ്. നമുക്ക് ജനറൽ സയൻസിൽ അത്യാവശ്യം മാർക്ക് കയറിക്കഴിഞ്ഞാൽ നമ്മൾ ജി കെയുടെ കാര്യം അത്ര പേടിക്കേണ്ട ആവശ്യമില്ല. ജി കെ പഠിക്കാൻ പേടിക്കുന്നവരാണെങ്കിൽ ജനറൽ സയൻസിൻ്റെ PYQ സെക്ഷൻസ് മാത്രം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഉറപ്പാണ് നിങ്ങൾക്ക് ജോലി കിട്ടുമെന്നുള്ളൊരു കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ജോലി കിട്ടുമെന്നല്ല, നിങ്ങൾ ജനറൽ സയൻസ് ജി കെ പോർഷൻസിൽ ഏറ്റവും കൂടുതൽ കവർ ചെയ്തു എന്നുള്ളൊരു ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായി കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ അതിലും എന്താണ് ജനറൽ സയൻസിൻ്റെ ബുക്ക് എടുത്താലും എക്സ്പെക്ഷൻ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഈ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് റെയിൽവേക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ബുക്ക് ഇറക്കുന്നവരാണ് YCT പബ്ലിക്കേഷൻസ്. YCT പബ്ലിക്കേഷൻസ് യൂത്ത് കോമ്പറ്റീഷൻ ടൈംസ്. ഓക്കെ, ആ ഒരു ബുക്ക് വാങ്ങിച്ചും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ റെയിൽവേയുടെ ജനറൽ സയൻസിൻ്റെതാണ്. ജനറൽ സയൻസ് എല്ലാ രീതിക്കുള്ള ജനറൽ സയൻസ് ക്വസ്റ്റ്യൻസും ഏതിലുണ്ട് കിട്ടുന്നുണ്ട്. ഗ്രൂപ്പ് D ആയാലും NTPC ആയാലും. അപ്പം റെയിൽവേ ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, YCTയുടെ ബുക്ക് വാങ്ങിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. നിങ്ങൾക്ക് വാങ്ങിച്ച് എന്ത് ചെയ്യാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. കാരണം ജനറൽ സയൻസ് പഠിക്കുമ്പോൾ ഇനി ഒന്നേന്ന് കോൺസെപ്റ്റ് അനുസരിച്ച് പഠിക്കാനുള്ള ടൈം നിങ്ങൾക്ക് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, ലൂസന്റിൻ്റെ ജനറൽ സയൻസ് അല്ലെങ്കിൽ അരിഹന്ത് ബുക്ക് പബ്ലിക്കേഷൻ്റെ ജനറൽ സയൻസ്, ഇതൊക്കെ എന്താണ് ശരിക്കും പറഞ്ഞാൽ നോട്ട് പോലെയാണ്. നമുക്ക് ഫുൾ ഇങ്ങനെ കണ്ടന്റ് പാക്ഡ് ആണ്. കണ്ടന്റ് പാക്ഡ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമുണ്ടെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ, അതായത് തീരെ നിങ്ങളിപ്പോൾ പറയില്ല 10+2 കഴിഞ്ഞപ്പോൾ നിങ്ങൾ സയൻസ് അല്ല എടുത്തത്, കൊമേഴ്സ് അങ്ങനത്തെ സബ്ജക്റ്റ് എടുത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക, ഇങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ അതിങ്ങനെ ഒരു നോട്ട് പോലെ പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജനറൽ സയൻസ് ലൂസന്റിൻ്റെ അല്ലെങ്കിൽ അരിഹന്തിൻ്റെ ജനറൽ സയൻസ് വാങ്ങിച്ച് പഠിക്കുക. ഓക്കെ, അതല്ല നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഒരു മാർക്ക് കിട്ടണം, ഉറപ്പായിട്ടും കിട്ടണം, അല്ലെങ്കിൽ PYQ സെക്ഷനിൽ അത് ഇമ്പ്രൂവ് ചെയ്ത് ആ മാർക്ക് ബേസ് ചെയ്ത് തന്നെ പോയാൽ മതിയെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പിനാക്കിൾ പബ്ലിക്കേഷൻ്റെ ജനറൽ സയൻസും അതുപോലെ തന്നെ YCTയുടെ ജനറൽ സയൻസും എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ജനറൽ സയൻസ് ആണ് കേട്ടോ, ജനറൽ സയൻസ്, സ്റ്റഡീസ് അല്ല, സയൻസ് ആണ്, ജനറൽ സയൻസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഫോളോ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുക. അപ്പോൾ ചാപ്റ്റർ വൈസ് ജനറൽ സയൻസ് പിനാക്കിളിൽ അതുപോലെ തന്നെ YCTയിലും കാണും. ഓക്കെ, റെയിൽവേ മാത്രം ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ YCT നോക്കുക, അല്ലെങ്കിൽ PYQ സെക്ഷൻ പിനാക്കിളിനെ വിശ്വസിക്കുന്നവരാണെങ്കിൽ പിനാക്കിൾ നോക്കുക. ഓക്കെ, പിനാക്കിളിൻ്റെ അത്യാവശ്യം നല്ല ബുക്ക് തന്നെയാണ്, വിത്ത് നല്ല എക്സ്പ്ലനേഷനോടെ തന്നെയാണ് അവർ എന്ത് ചെയ്യുന്നത്, റിലീസ് ചെയ്യുന്നത്. ഓക്കെ, അതുമല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ ലൂസന്റിനെ വാങ്ങിച്ച് പഠിക്കുക. ഇത്രയാണ് ജനറൽ സയൻസിൻ്റെ കാര്യത്തിൽ പഠിക്കുക. ജനറൽ സയൻസിന് PYQ അറ്റൻഡ് ചെയ്താൽ മതി, നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി GKയുടെ കാര്യമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ GKയുടെ എപ്പോഴും നമ്മൾ പറയുന്ന ബുക്സുകൾ തന്നെയാണ്. GKയുടെ സ്റ്റാറ്റിക് GK, കറണ്ട് അഫേഴ്സ് പോലെയുള്ള ബുക്സ് എല്ലാം പറയുമ്പോൾ നിങ്ങൾ കറണ്ട് അഫേഴ്സ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ എക്സാം നടക്കുന്നതിന് 6 മാസം മുന്നേ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കമ്പൈലേഷൻ പോലെ വായിച്ചു വയ്ക്കുക. ഓക്കെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ രീതിയിൽ നിന്നും കൂടെ നിങ്ങൾ എഫേർട്ട് ഇട്ട് പഠിക്കാൻ ശ്രമിക്കുക. അതല്ല, ഇപ്പോൾ നമുക്ക് മസ്റ്റായിട്ട് വരുന്ന ഒരു പോർഷനാണ് നമ്മുടെ സ്റ്റാറ്റിക് GK, ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ബുക്സ് മൊത്തത്തിൽ ജനറൽ സ്റ്റഡീസിൻ്റെ സിലബസും മൊത്തത്തിൽ അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിനാക്കിളിൻ്റെ ജനറൽ സ്റ്റഡീസ് നോക്കാം കേട്ടോ. പിനാക്കിൾ ബുക്കിൻ്റെ ജനറൽ സ്റ്റഡീസ് നോക്കാം. പിനാക്കിളിൻ്റെ ജനറൽ സ്റ്റഡീസും അതുപോലെ തന്നെ പിനാക്കിളിൻ്റെ സ്റ്റാറ്റിക് GK. പിനാക്കിളിൻ്റെ ജനറൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ എല്ലാ സബ്ജക്ട്സും കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ജനറൽ സ്റ്റഡീസിൽ ഹിസ്റ്ററി, പൊളിറ്റിക്സ്, ജോഗ്രഫി, എക്കണോമിക്സ്, അതുപോലെ എല്ലാ സ്റ്റാറ്റിക് ഉൾപ്പെടെ എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. ഇതെന്താണ്, റെയിൽവേക്ക് വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസാണ്. അപ്പോൾ അതിലെല്ലാം കവർ ചെയ്യുന്നുണ്ട്. അത് വേണമെങ്കിൽ അത് വാങ്ങി പഠിക്കാം. അല്ല, സ്റ്റാറ്റിക് GK മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നേ പിനാക്കിളിൻ്റെ സ്റ്റാറ്റിക് GK വാങ്ങിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിയോൺ പബ്ലിക്കേഷൻ്റെ ഗോഡ് ഫാദറിൻ്റെ ബുക്ക് വാങ്ങിച്ച് പഠിക്കാം. നിങ്ങൾക്ക് ഈ ഒരു ബുക്കാണ് ഇപ്പം വൈഡ്ലി ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിൻറ്റിങ് മിസ്റ്റേക്സ് ഉണ്ട്, ഡാൻസിൽ കുറച്ചൊക്കെ തെറ്റുകളൊക്കെ ഉണ്ട് പൊതുവേ. ഗോഡ് ഫാദറിൽ ഇപ്പം നമുക്കറിയാമല്ലോ, പ്രിൻറ്റിങ് മിസ്റ്റേക്സ് എല്ലാവർക്കും പറ്റാം, എല്ലാ ടെസ്റ്റുകളിലും ഉണ്ട്, എല്ലാ ടെസ്റ്റുകളിലും. പക്ഷെ അത് നിങ്ങൾ എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്ത് പഠിക്കുക. ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യുന്നതിൽ നിങ്ങൾ എന്ത് ചെയ്യും, കുറച്ചും കൂടെ നിങ്ങൾ പഠിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പം നിയോൺ ക്ലാസ്സസിൻ്റെ ഈ ബുക്ക് സ്റ്റാറ്റിക് GK നമ്പർ 1 ആയിട്ട് നമുക്ക് പറയാം. കാരണം എല്ലാം കണ്ടന്റ് പാക്ഡ് ആയിട്ട് തന്നിട്ടുണ്ട്. കാരണം നമുക്കിത് പഠിക്കാൻ വേണ്ടി ഇനി വേറൊരിടത്ത് പോകേണ്ട ആവശ്യമില്ല. എല്ലാ രീതിക്കും അതിൻ്റെ കണക്റ്റഡ് ഫാക്റ്റ് ഉൾപ്പെടെ എല്ലാ എന്തെങ്കിലും തന്നിട്ടുണ്ട്, നിയോൺ പബ്ലിക്കേഷനിൽ തന്നിട്ടുണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്ത് നമ്മൾ പിനാക്കിൾ പറയുമ്പം എപ്പോഴും കൂടെ ചേർത്ത് പറയുന്ന ആളാണ് ബ്ലാക്ക് ബുക്ക്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഇംഗ്ലീഷിനൊക്കെ സെറ്റായിട്ടുള്ള ബുക്ക്, ജനറൽ അവയർനെസ്സും അതുപോലെ തന്നെ പക്കയായിട്ടുള്ള ഒരു ബുക്കാണ് ബ്ലാക്ക് ബുക്ക് ഓഫ് ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞ് ഇറക്കുന്ന ബുക്ക്.
ബ്ലാക്ക് ബുക്ക് ഓഫ് ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞ് ഇറക്കുന്ന ബുക്ക്. അതിലെന്താണ് ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി, പൊളിറ്റിക്സ്, എക്കണോമിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഉൾപ്പെടെയുള്ള എല്ലാ സബ്ജക്റ്റും അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. വേണമെങ്കിൽ അത് വാങ്ങിച്ചും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അതായത് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ജനറൽ സയൻസ് ഒന്നും നിങ്ങൾക്ക് വാങ്ങിക്കാൻ അത്രയും പൈസയില്ല അല്ലെങ്കിൽ അങ്ങനെ വാങ്ങുന്നില്ല എന്നുള്ളവരാണെങ്കിൽ ഈ ഒരു ബുക്ക് മാത്രം വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും കിട്ടും. അപ്പോൾ ഇതും കൂടെ പ്ലസ് ചെയ്ത് നിങ്ങൾ വാങ്ങിച്ചാലും മതി, ഇതും കൂടെ പ്ലസ് ചെയ്ത് വാങ്ങിച്ചാലും മതി. അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടായിട്ട് തോന്നുന്നത് ആ രീതിക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനൊക്കെ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് പൈസയുടെ റേറ്റ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നതൊക്കെ എന്ത് ചെയ്യുക, ഓഫറിലൊക്കെ വാങ്ങാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് വാങ്ങിക്കുക. അപ്പോൾ ഇത്രയും ബുക്സാണ് നമ്മൾ മാക്സിമം GK പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നോർമലി പറയുന്നത്. GKയുടെ കണ്ടൻസ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അറ്റ് ദ ഫൈനൽ നമുക്ക് എന്താണ് റീസണിങ്. എപ്പോഴും സ്പീഡിൻ്റെ കാര്യം മാത്രമേ ശ്രദ്ധിക്കാവുള്ളൂ. ഇനി എന്താണ് റീസണിങ് എന്ന് അറിയാത്ത ആദ്യമായിട്ട് എക്സാം എഴുതുന്നവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് റീസണിങ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ അറിയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, ചാപ്റ്റർ വൈസ് ആയിട്ടും അതുപോലെ തന്നെ PYQ സെക്ഷനും അറ്റൻഡ് ചെയ്ത് തന്നെ മാക്സിമം. ഞാൻ പറഞ്ഞല്ലോ YCT ഇതിന് വേണ്ടിയായിട്ട് റെയിൽവേക്ക് വേണ്ടി മാത്രമായിട്ടുള്ള സാധനമാണ് YCT. അപ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, റീസണിങ് ഇറക്കുന്നുണ്ട്, മാത്സ് ഇറക്കുന്നുണ്ട്, ജനറൽ സയൻസ് ഇറക്കുന്നുണ്ട്, ഈ 3 സബ്ജക്റ്റും ഇറക്കുന്നുണ്ട്. അല്ലാണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പിനാക്കിൾ പബ്ലിക്കേഷൻ തന്നെ റെയിൽവേ റീസണിങ് അത് തന്നെ ആയിരിക്കും ധാരാളം. കാരണം ചാപ്റ്റർ വൈസ് ആയിരിക്കും അവരെന്ത് ചെയ്യുന്നത്, പോകുന്നത്. അതാണ് ധാരാളം. നിങ്ങൾക്ക് എന്താ വെച്ചാൽ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് പോയാൽ മതി. എന്ന് വെച്ചാൽ വലിയ റീസണിങ് നിങ്ങൾക്ക് അറിയാം, അത്യാവശ്യം അറിയാം. നിങ്ങൾക്ക് റീസണിങ് ഒന്ന് വർക്കൗട്ട് ചെയ്താൽ മാത്രം മതി. അല്ലെങ്കിൽ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അറിയണം എന്നുണ്ടെങ്കിൽ ഈ ബുക്ക് എന്ത് ചെയ്യാം, അത്യാവശ്യം നല്ലത് തന്നെയാണ്. റെയിൽവേ റീസണിങ് പക്ക നിങ്ങൾക്ക് ആ ഒരു രീതിക്ക് തന്നെ പോകും. റെയിൽവേ റീസണിങ് എന്ന് പറഞ്ഞ് ഇറക്കാറുണ്ട്. SSC റീസണിങ് അല്ല, റെയിൽവേ റീസണിങ് എന്ന് പറഞ്ഞ് ഇറക്കിയ ബുക്ക് വാങ്ങിച്ച് എന്ത് ചെയ്യാം, പഠിക്കാം. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സ്പീഡ് കൂട്ടണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ റെയിൽവേ എക്സാംസിനും കിരൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കരിയർ എക്സലൻസിൽ നിന്ന് ഇറക്കാറുണ്ട് കേട്ടോ. റീസണിങ്ങിൻ്റെ സോൾഡ് പേപ്പേഴ്സ്, ഇത്രയും പേപ്പേഴ്സ് അവരെന്ത് ചെയ്തിട്ടുണ്ട്, സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, കിരണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും, ബേസ് തൊട്ടേ സ്റ്റാർട്ട് ചെയ്ത് എല്ലാ രീതിക്കും മനസ്സിലാവുന്ന രീതിക്കുള്ള ബുക്കായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിക്ക് വേണമെങ്കിൽ ALP, RPF SI, RPF കോൺസ്റ്റബിൾ, JE അങ്ങനെയൊക്കെ ഉള്ള എല്ലാത്തിനും എന്ത് ചെയ്യണം, കിരൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കരിയർ എക്സിക്യൂട്ടീവ് എന്തിനാണ് നല്ലത്, റീസണിങ്ങിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയും ബുക്സാണ് എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഏതൊരു ബുക്ക് എടുത്താലും അതിൻ്റേതായ ഗുണം അതിനുണ്ട്, അതിൻ്റേതായ കുറച്ച് ചെറിയ ഒരു ആ ഒരു ഡ്രോബാക്സ് എന്നൊക്കെ പറയുന്ന സംഭവമുണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്, ഇതെല്ലാം നല്ല ബുക്സാണ്. ഞാൻ പറഞ്ഞു തന്ന എല്ലാ ബുക്സും വളരെ നല്ലതാണ്. എല്ലാവരും യൂസ് ചെയ്ത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ബുക്സാണ്, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ബുക്സാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചോ, നിങ്ങളുടെ എമൗണ്ടും നിങ്ങളുടെ സിറ്റുവേഷൻസും എല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഏത് ബുക്ക് ചൂസ് ചെയ്യുന്നോ അത് വാങ്ങിച്ച് എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. എന്തായാലും സമയം ഒരു അത്യാവശ്യം ഉണ്ട് നിങ്ങൾക്ക് മുന്നിൽ. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നല്ലപോലെ പഠിക്കാനുള്ള സമയമാണുള്ളത്. അപ്പോൾ അതെന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.